അച്ഛാ സംസാരിക്കാൻ കുഴപ്പമില്ല അച്ഛാ. അയ്യോ അധികം സംസാരിച്ചൂടാ, പിന്നെ എങ്ങനെ അത് സംസാരിപ്പിക്കല്ലേ? ലച്ചുവേ ഓ എവിടെ? ഇവിടെ ഇവിടെ ഇവിടെ. സലാഡ് എവിടെ? സലാഡ് റെഡിയാണ്. അവിടെ ഇരുന്ന റെഡി ആയിരുന്ന നീ എടുത്തോണ്ട് വാ. അതിപ്പോ കൊണ്ടുവരാം. മകളെ എന്താന്ന് കഴിച്ച്? ദോശ കഴിച്ചു. ഓ ഇന്ന് ദോശ തന്നെ. അയ്യോ അതെ, ആഹാര രീതിയൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം. അച്ഛാ അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചാ? അയ്യോ ഘടാഘടിയന്മാർ രണ്ടുപേര്, അതെ പേരെ ഒരു ഉത്തരമുള്ള ഒരുത്തുണ്ട്, ഒരു വിപിനും ഒരു രാംരാജ്, രണ്ടും കൂടെ അതിനെ പിഴിഞ്ഞെടുത്ത് കളഞ്ഞു. ഒന്നുമില്ല, എല്ലാം ഊറ്റിയെടുത്ത്. ഡോക്ടറുണ്ട് പ്രാണേഷ്, ഡോക്ടറുടെ പേര് പ്രാണേഷ്. ഡോക്ടർ വെച്ച് നേരെ പത്തി നോക്കിയില്ലെങ്കിൽ എൻ്റെ പ്രാണം പോകുന്നു. അപ്പം അത്രയും നോക്കി കണ്ടുപടം നീക്കര സലാഡ് ഉപ്പിട്ടാ? ഉപ്പുമില്ല, എരിവുമില്ല, ഒന്നുമില്ല. ആ നാളെ രാവിലെ 9 മണിക്ക് സലാഡ് കിട്ടണം. ഓ ആയിക്കോട്ടെ. കഴിച്ചാ? അച്ഛാടെ വെജിറ്റബിളൊക്കെ കിട്ടുമോ? വെജിറ്റബിളാ? എല്ലാം കിട്ടും മക്കളെ, നല്ല ഫുഡല്ലേ. വെച്ചേ വെള്ളം ചൂടാക്കിയാ? ആ ചൂടാക്കി. വെച്ചു. ഓ അതിൽ കുറച്ച് ഇഞ്ചിയും ചതച്ചിട്ട് കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് ധീരെ വലിയും. ഇഞ്ചിയൊക്കെ ചതച്ചിട്ടുണ്ട് കേട്ടാ, കല്ലുപ്പും കൂടെ ഇട്ട് ധീരെ വലിയും. അച്ഛാ അപ്പൊ ഇനി ഒരാഴ്ചത്തേക്ക് നടക്കാനോ ഓടാനൊന്നും പാടില്ല അല്ലേ? എനിക്ക് പോടാ, അവിടെ നടക്കാനേ പാടില്ല, പിന്നെയാണ് ഓടണത്. അപ്പൊ ഇനി അച്ഛൻ 7 ദിവസം കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ പോണുള്ളോ? ഇപ്പൊ പോവാം, ഇപ്പൊ പോവാം. കൊച്ചെ ഇരിപ്പോല്ലേ നിങ്ങനെ തോന്നുന്നു ചോദിക്കാൻ പയ്യ വിട്ടും പയ്യ എല്ലാം ഇളക്കിട്ടല്ലേ. അച്ഛാ അവിടെ ആയിരുന്നപ്പോ ഫോണൊന്നും അധികം യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒരു ദിവസം 1 മണിക്കൂർ ഉപയോഗിക്കാം. പിന്നെ കുഴിപ്പള്ളത്തിൽ എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. ഞാൻ അവിടുത്തെ അച്ഛൻ്റെ അടുത്ത്, അച്ഛൻ ഇപ്പൊ സുഖചികിത്സക്ക് പോയല്ലോ. സുഖചികിത്സക്ക് പോയ അച്ഛൻ പോയ സുഖചികിത്സക്കല്ല, വയ്യാതെ ഒട്ടും വയ്യാതെയാണ് അച്ഛൻ പോയത്. സുഖചികിത്സക്ക് പോയതാണ് എൻ്റെ വിചാരം. നടു വയ്യ, കഴുത്ത് വയ്യ. ആ അച്ഛൻ പോയ കാര്യം ഞാൻ അവിടുത്തെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറയാന്ന് അച്ഛനും പോണെന്ന്. എന്തിന്? അയാളുടെ തോലെ തൈരോട്ടോട് വീട്ടിലിരിക്കാൻ പറ. അതെ, കാലഹരണപ്പെട്ട അവയവങ്ങളൊന്നും കൊണ്ട് അവിടെ കൊണ്ടുകൊടുത്താണ്ടല്ല അമ്മ തടയും ഒരു പക്ഷം ഇല്ലാതാക്കളായി. കാലഹരണപ്പെട്ട അവയവങ്ങളാ? അച്ഛന്റെ കൈയും കാലൊക്കെ വയ്യാതായപ്പോഴല്ല അച്ഛനും പോയത്. കൊച്ചു അല്ല ലച്ചു. ആ കൊച്ചാ കളിക്കാതെ കേട്ടോ. കുഴിപ്പടത്തെ കാര്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് സംസാരിപ്പിക്കാതെ. അതെ 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 നിർത്തി. ഇത് എടേ നീ വിട്ടേ, ഇത് സംസാരിച്ച് വേറെ റൂട്ടിലോട്ട് പോകുന്നു. സമാനം തുടർന്ന് സലാഡ് കഴിക്കും. ലച്ചു ഞാനാണെങ്കിലേ സംസാരിച്ച് എന്നെ കൊല്ലും കേട്ടാ. അണ്ണായി വലിയൊരു ചികിത്സ കഴിഞ്ഞിട്ട് വന്നേണ്. എന്നെ ഇങ്ങനെ നീ കൊല്ലാതെ കൊല്ലല്ല കേട്ടാ. ഇപ്പൊ ഞാൻ കുറ്റക്കാരിയായോ? ആ അച്ഛനൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അങ്ങോട്ട് പോയി കൈയും കാലൊക്കെ തടവി വയ്യാതെ ആയതല്ലേ. അങ്ങോട്ട് പോയി? കൊച്ച ഇവിടുന്ന് എണീക്കാൻ വയ്യല്ലേ ഞാൻ പോയത്. ആര് പറഞ്ഞു? എന്താ അവിടെ പറഞ്ഞേട്ടാ? എനിക്ക് തോന്നണില്ലട്ടാ അച്ഛൻ ഒരു കഴിച്ച കഴിഞ്ഞാലും നടക്കാൻ പറ്റൂന്ന്. വാ അടച്ച് കരുതാൻ കൂടെ പറയാ വെച്ചേ. അടേ അമ്മ എവിടെയാടാ? ആ തീരെ വയ്യ, മാക്സിമം നോക്കി. തീരെ വയ്യാത്തോണ്ടാണ് ഞാൻ അവിടെ പോയത്. ഞാൻ സുഖ ചികിത്സയ്ക്ക് പോയല്ല. ഇനി 10 കൂടെ പറഞ്ഞു വരുന്നത് ഞാൻ സുഖ ചികിത്സയ്ക്ക് പോയെന്ന്. ഞാൻ വലിയ സിനിമ ആടലല്ലേ സുഖ ചികിത്സയ്ക്ക് പോയ. അതാ അച്ഛൻ വന്നിട്ടുണ്ട്. അതാ അച്ഛനാ. ആ കൊടുക്ക വയ്യെന്ന് പറയടാ. ഹലോ വയ്യെന്ന് പറയടാ. അതെ അച്ഛന് ഒട്ടും വയ്യെന്ന്. ശരിയെന്നാ കട്ട് ചെയ്യണമെങ്കിൽ താടാ. അല്ല അച്ഛൻ വയ്യെന്ന് പറഞ്ഞ പോരെ. ഇങ്ങോട്ട് ഹലോ. ആ അങ്ങനെ വലിയൊന്നും സുഖമൊന്നും ആയില്ല. നീ റെസ്റ്റ് എടുക്കണം. ചികിത്സ കഴിഞ്ഞ് അതുപോലെ നോക്കണം. കൊച്ചു പിള്ളേരെ നോക്കും പോലെ നോക്കണം. ഇടം വലം നിന്ന്. നീ വരണില്ലേ? നന്നായി. നീ വരണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. ആ ശരി. ഓ ഇവിടെ ലച്ചു ഇനി ശർവം തരണില്ല. തുടങ്ങി അവള് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ആ എന്തൊക്കെ വെട്ടുതൂറിക്ക് തന്ന് തലാടെന്ന് പറഞ്ഞുണ്ട്. എന്താന്ന് അധികം നികളിക്കല്ലെന്നാ ഓടി. ഞാൻ പത്തിയായിട്ടിരിക്കുകയാണ് ഞാൻ. ഒല്ലാം വിളിച്ച് പറയും. ശരി. ആയിടാ കൈ നീട്ടാൻ വയ്യടാ. അന്ന് വാങ്ങിച്ചിട്ട് പോ. അവിടെ എങ്ങാനും കിടന്നാൽ മതിയായിരുന്നു. അവിടെ ആകുമ്പോൾ 3 നേരം സുഖമായിട്ട് ആൾക്കാർ വരും. സമയാസമയം ആവ് പിടിക്കും, തടവും ഒക്കെ. ഇവിടെ വന്ന് ഉള്ളതും കൂടെ ഇല്ലാതെ പോകുന്നത് ഭഗവാനെ. സാറേ പൈസ പോവോ? ആയി പോവോ? പിന്നെ പോയി വൈകി നോക്കിക്കൊണ്ടിരിക്കുക. ബാഗ് ഭൂമി വെക്കാം. ഇവിടെ ആരുമില്ലേ? അല്ല എന്ന് അവിടെ കൊണ്ട് ഇരുത്താ? ഇവിടെ ആരുമില്ലേന്ന്? നീയാ? ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അയ്യോ വയ്യ മക്കളെ.
മാറ്. അയ്യോ, ദൈവമേ എന്റെ അച്ഛനെ പഴയതും ആക്കണേ. പഴയതുപോലെ ആക്കണമെന്നാ എവിടെ ബാക്കി പോണ്ട അച്ഛാ. ബാഗ് നിൽക്കണം. ഞാൻ പറഞ്ഞില്ല സദാസമയം അച്ഛനോട് കാണണമെന്ന്. എപ്പഴും നിക്കണം അച്ഛാ. പിന്നെ അച്ഛനെ വയ്യല്ലോ, എപ്പോഴും നിൽക്കണം. നഴ്സറി പോയാൽ ഞാൻ നിക്കാം. വേണ്ട, നഴ്സറി പോകണം. എന്താ അച്ഛാ? എന്റെ കൊച്ചെ, നീ എവിടെ പോയി കിടന്നത്? ഞാനിവിടെ പോലെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അച്ഛന് വയ്യാത്ത കാര്യം നിനക്ക് അറിഞ്ഞൂടെ? സദാസമയം എന്റെ ഇടം വല്ലതും വേണോ ഞാൻ ഇത് പറഞ്ഞിട്ടില്ലേ? പിന്നെ എവിടെ പോയത്? അല്ല അച്ഛനിപ്പോ എന്താ വേണ്ടേ? ഇത് തൈലം എടുത്തോളൂ ഓട്ടിക്ക്. എവിടെ ഇട്ട് ഓടിക്കാൻ? നാഷണൽ ഹൈവേയിൽ. എന്റെ കൊച്ച ദേഹത്ത് എപ്പോഴും തൈലത്തിന്റെ ഒരു ടച്ച് കിടക്കണം. തൈലമായിട്ട് ബന്ധം വേണം. ഒരാഴ്ച അങ്ങനെയാണ്. വർഷങ്ങളായിട്ട് കിട്ടിയ ഇടിയും ചതവൊക്കെ ഇപ്പൊ പുറത്ത് വരെയാണ്. ഇതാ ഇപ്പൊ നല്ല ചികിത്സയുടെ ഫലമായിട്ട് നാടി ഞരമ്പുകളൊക്കെ നല്ല പ്രകമ്പനം കൊണ്ട് നിൽക്കുകയാണ്. ഈ പോയി തൈലം എടുത്തുണ്ടോ? പോ. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രകമ്പനം. ഇത് ചിരിക്കുന്നത് നല്ല പാട്ടല്ലേ അച്ഛാ? അല്ല പാട്ടാ. നീ പാട്ട് കാണിച്ചു കൊടുക്കാം. ഇതല്ലേ? ആ, നീ എന്തോന്ന് പാട്ട് പാടിയത്? നല്ല പാട്ടല്ലേ? ഹിറ്റ് പാട്ടാണ്. ശരിയാക്കി തരാം കേട്ടാ. ആ, എന്റെ അമ്മയെ വിളി. അമ്മേനെ എന്തിനാ വിളിക്കണേ? അമ്മേ എന്തിനാ വിളിക്കണേ? വിളിക്കുന്നതാ? എനിക്കൊരു കാര്യമുണ്ട്, സംസാരിക്കട്ടെ. കുറച്ചാളായി വിളിച്ചിട്ട്. നേരത്തെ വിളിച്ചതല്ലേ? ഡേ, എൻ്റെ ഭാര്യയെ ഞാൻ വിളിക്കാം കേട്ടാ. എന്നോട് അനുവാദം ചോദിച്ചിട്ടാണ് എൻ്റെ ഭാര്യയെ വിളിക്കാൻ. ഹലോ. എന്തിനു വിളിച്ചെന്നാ? എൻ്റെ ശബ്ദ സൗമാര്യം കേൾക്കാനടി. എടി, അല്ലെങ്കിൽ ഒരുത്തനെ വയ്യ. ആ വലിയ ചികിത്സയും കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. നേരത്തെ വരണോ? അതിനെ പറ്റി അന്വേഷിക്കണോ? അച്ഛന് പണി. എനിക്ക് കുറച്ച് സംസാരിക്കാൻ വയ്യ. അല്ലെങ്കിൽ ഞാൻ കുട്ടമ്പളത്തെ മുളക് ഞാൻ വിളിച്ചാനേട്ടാ. ആ അച്ഛന് പോ. അമ്മ ഇങ്ങോട്ട് വിളിച്ചാണ്. അല്ല അച്ഛനമ്മേനെ അങ്ങോട്ട് വിളിച്ചത്. എന്താടാ അങ്ങനെ മനുഷ്യനെ കേൾക്കണ്ടടാ? എന്താടാ? അല്ല അച്ഛന് സംസാരം കേട്ടോ അമ്മ ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ചാണെന്ന്. അമ്മ വിളിച്ചാൽ ആര് വിളിക്കാം? അവളെ വിളിച്ചാ പാടാ കിടന്നു. അതിന് അമ്മ ഓഫീസിലെ ജോലി തിരക്കിന്റെ ഇടയില് അതിന്റെ ഇടയിൽ അച്ഛൻ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. കുറച്ച് സമയം കിട്ടുമല്ലേ? കുറച്ച് സമയം കിട്ടും എന്നെ വിളിക്കാൻ. നിനക്കറിയാമോ, ഒരാഴ്ച ഒരാളുടെ മിണ്ടാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല. സദാ സമയം കിടപ്പ് തന്നെ. പല വിധത്തിലുള്ള എണ്ണ ഇങ്ങനെ മാറി മാറി തടവേണ്. പോയ ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റാ പാട് എനിക്കറിയാം. പോയ ജീവനാ എൻ്റെ കൊച്ച പോയ ജീവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഊർജ്ജവും ആർജവും ഒക്കെ തിരിച്ചു പിടിക്കാൻ ശ്രമം എനിക്കറിയാം. ഞാൻ പരാജയപ്പെട്ടില്ല, വിജയിച്ചില്ലേ? പരാജയപ്പെട്ടെങ്കില പരാജയപ്പെട്ടെങ്കിൽ തീർന്നേന്ന് വായിച്ചോടുന്നു. ഒരു വിധത്തിൽ പറഞ്ഞ ചത്ത് ജീവിച്ച ജമ്മാണ്. ചത്ത് ജീവിച്ച പിന്നെ അല്ലാതെ പഴയ ജീവിതത്തിൽ നിന്ന് മോക്ഷം കിട്ടിയിരിക്കില്ല എനിക്ക്. അച്ഛൻ എന്തെന്നൊക്കെ പറയണേ? അതിനെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞൂടാ, പറയാനും മനസ്സിലാവില്ല. ഇവിടെയാ ഈ തൈലെടുത്തേ ഒന്ന് ഓട്ടിടാ. എനിക്കൊന്നും അറിയില്ല തൈലെടുത്ത് അറിയാന്നില്ല. ഇവിടെ ഇവിടെ കൈ കാണിടാ. രണ്ട് കൈ നന്നായി വൃത്തിയ തേര്. ഇനി ഓട്ടരേ. എത്ര സ്പീഡിലാച്ചാ? 100 കിലോമീറ്റർ സ്പീഡിൽ നീ ഇപ്പൊ ഇവിടുന്ന് ഓടും. പറയണോ? ഇങ്ങനെയാ തടവണത്? ഇവിടെ എത്ര ഞരമ്പുകൾ നടക്കടാ, എത്ര മർമ്മങ്ങളാണ് കാര്യം കൂടെ ഓടണത്? അറിയില്ല. വല്ല വാക്കിലങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കോച്ചു കുളിച്ചിരിക്കും. അപ്പൊ അതൊക്കെ മെതുവായിട്ട് തടവടാ. തേങ്ങി കുരങ്ങ തെക്കി കയറി പോലെയാണ് ഇങ്ങനെയാണ് തടവണത്. ഇനി ആർക്കാണ് അടുത്ത അവസരം?